നമുക്കിതാ ദൃശ്യങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. പുലികളൊക്കെ വേഷം കെട്ടിക്കഴിഞ്ഞു, അലങ്കാരങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറേ സർപ്രൈസുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള സർപ്രൈസുകൾ ഉണ്ടാവും. ഇത്ര നേരം ശങ്കരമംഗലം ദേശത്തിനൊപ്പമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ പാട്ടുരായ്ക്കൽ ടീമിനൊപ്പം എത്തിയിരിക്കുകയാണ്. പാട്ടുരായ്ക്കൽ ടീമാണ് ആദ്യം നടുവിലാലിൽ തേകിയോടച്ച് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഫുൾ സെറ്റായി പാട്ടുരായ്ക്കൽ ടീം ഇറങ്ങിക്കഴിഞ്ഞു. ഏകദേശം 51 പുലികളോളം ഇവർക്കൊപ്പമുണ്ട്. ഇതാ അതിൽ പച്ചപ്പുലിയുണ്ട്, ഓറഞ്ച് പുലിയുണ്ട്, പുള്ളിപ്പുലികളുണ്ട്, വരയൻ പുലികളുണ്ട്. എല്ലാവരും ഇതാ തയ്യാറായി അരമണി കിലുക്കി ഇതാ നടന്നു വരികയാണ്. എല്ലാവരും ആ ആവേശത്തിന്റെ ഒപ്പം ചേർന്ന് പോവുകയാണ്. ഇതാ ഒത്തിരി പേര് ഇവർക്കൊപ്പം, ഈ പുലികളുടെ സൗന്ദര്യ കാഴ്ച കാണാൻ ഒത്തിരി പേരുണ്ട്. ഇവർക്കൊപ്പം ഒരുപാട് കുടവയറുള്ള, അതിമനോഹരമായ വയറുള്ള ഒത്തിരി സുന്ദരന്മാരായ പുലികളുണ്ട്. ഇവരുടെ പുലികൾക്കൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും കുടവയറുള്ള പുലികളാണ്. എല്ലാവരും അത് അരമണി കിലുക്കി അങ്ങനെ മനോഹാരിതയോടുകൂടി നടന്നു വരികയാണ്. നമുക്ക് ഓരോ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. ചേട്ടാ, നമുക്ക് വേണ്ടി 2 സ്റ്റെപ്പ് ഇടാവോ? സ്റ്റെപ്പ് ഇടാൻ തയ്യാറാണ്. വരട്ടെ, ഓക്കെ. കൊട്ട് വന്നിട്ട് സ്റ്റെപ്പ് ഇടാന്നാണ് പറയുന്നത്. എല്ലാവരും എന്തായാലും ആ ഒരു വൈബിലേക്ക് അങ്ങ് നിൽക്കുകയാണ്. ഇത്തവണ പാട്ടുരായ്ക്കലിനാവോ കപ്പ്? തീർച്ചയായിട്ടും. അതെ, പാട്ടുരായ്ക്കലിന് കപ്പടിക്കുന്നവർ. ചേട്ടാ, 2 സ്റ്റെപ്പ്. അരമണിയുടെ കിലുക്കം കേൾക്കാൻ, അത് തന്നെയാണ് ആ പുലികളിയുടെ ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു പുലിയാണ് ഇപ്പം നൃത്തം വെച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മാതൃഭൂമി ടീമിന് മാച്ച് ആയിട്ടുള്ള ഒരു പുലിവേഷമായിരുന്നു അദ്ദേഹത്തിന്റെ. ഇപ്പോൾ ഇതാ പുള്ളിപ്പുലികളും പച്ചപ്പുലികളും വരയൻ പുലികളും എല്ലാം ഇതാ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാട്ടുരായ്ക്കൽ ടീമാണ് ആദ്യമായി നടുവിലാലിലേക്ക് പുലികളിക്ക് ഇറങ്ങാൻ പോകുന്നത്. ആദ്യത്തെ ടീം ഇതാ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവർ തയ്യാറായി ഒരുങ്ങി ഇതാ 51 പുലികളും ഇറങ്ങിക്കഴിഞ്ഞു. അവർക്കൊപ്പം ചെണ്ടമേളക്കാരുണ്ട്, വാദ്യക്കാരുണ്ട്. ഈ വാദ്യഘോഷത്തിന്റെ അകമ്പടിയോടെയായിരിക്കും ഈ പുലികളിക്കായി ഈ ടീം സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോഴത്തെ എല്ലാവരും തയ്യാറായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നല്ല വെയിലുണ്ട് തൃശ്ശൂരിൽ, പറയാതിരിക്കാൻ വയ്യ. ഈ വെയിലത്തും ഇത്രയും നേരം രാവിലെ തുടങ്ങിയതാണ് ഈ പരിപാടി. രാവിലെ എത്രയോ പുലർച്ചെ തുടങ്ങിയതാണ്. അപ്പോൾ തൊട്ട് ഓരോ പുലികളും ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുള്ള ഒരു ഗോൾഡൻ കളർ പുലിയെ കൂടി നമുക്ക് കാണാനുണ്ട്. എല്ലാവരും അടിപൊളിയായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി ആ പുലികളിക്കായി ഒന്ന് ചുവട് വെച്ചാൽ മാത്രം മതി. അതിനിടയിൽ ക്രോക്സിലാണ് കേട്ടോ ഇവർ കളർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ ക്രോക്സ് ആണ് ഇവരുടെ കാലുകളിൽ ധരിച്ചിരിക്കുന്നത്. അതിലാണ് ഇവർ കളർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. എല്ലാവരും ക്രോക്സ് അണിഞ്ഞ് നിൽക്കുകയാണ്. അതിലും പുലിപ്പെയിന്റ് അടിച്ച് മഞ്ഞപ്പുലിയുണ്ട്, ഫ്ലൂറസെന്റ് പുലിയുണ്ട്, സ്വർണ്ണ നിലത്തിലുള്ള പുലികളുണ്ട്. ആര്യ എല്ലാവരും ഇവിടെ ഒരുങ്ങി സെറ്റായി കഴിഞ്ഞു. ഇനി സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. കപ്പടിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പാട്ടുരായ്ക്കൽ ടീം നിൽക്കുന്നത്. ശരി, അപ്പം ഹിമ ഇപ്പം നിൽക്കുന്ന ഈ പാട്ടുരായ്ക്കൽ സംഘമാണ് ആദ്യം പുലികളിക്ക് ഭാഗമായി സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. അവരിതാ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രാഗിനിലേക്കാണ്. രാഗിന് ഏത് ദേശത്തിന്റെ കൂടെയാണുള്ളത്? അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇനി സർപ്രൈസുകളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. എന്തൊക്കെയുണ്ട്? ദേശത്തിനൊപ്പമാണ്. നമുക്ക് ചെണ്ടമേളത്തിന്റെ ആ ശബ്ദങ്ങളൊക്കെ തന്നെ കേൾക്കാം. അതോടൊപ്പം തന്നെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. ഓരോരുത്തരും അവർക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിൻ്റെയൊക്കെ തിരക്കിലാണ്. പുലിവേഷധാരികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്യന്തം ആവേശകരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ ഇറങ്ങും? എപ്പോൾ ഇറങ്ങും? 5:30 സമയം പറഞ്ഞാണ്. അതുവരെ ഒരുക്കാണ്. എവിടെ വരെ കഴിയാറായോ? കഴിയാനുള്ള തിരക്കിലാണ് നിൽക്കുന്നത്. സമയം ലേറ്റാണ്. ഒരു 6 മണിക്കാണ് റൗണ്ടിൽ കയറണ്ടോ. ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ കാണാൻ പുലികളെ. വരുന്നുണ്ട്. കാലത്ത് 7 മണി തൊട്ടുണ്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കൂടുതൽ പേര്, കുട്ടികളടക്കം ഒരുപാട് പേരെത്തി വരുന്നുണ്ട്. പല ദേശത്തുനിന്ന് ആൾക്കാർ എത്തുന്നുണ്ട്. ഒന്ന് ചുവട് വയ്ക്കാവോ? ആണോ? എന്തായാലും എവിടെ വരെയായി? നമുക്ക് മനസ്സിലായില്ലേ? എവിടെ വരെയായി? വര കഴിഞ്ഞു. ഉണങ്ങിയിട്ടില്ല. ഓരോ ടീമിനും ഓരോ സമയമാണോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ എപ്പോഴാ? ഞങ്ങൾ 4:30-5 മണിക്ക് നമുക്ക് കയറുള്ളൂ. ഇവിടെ നടക്കുമ്പോൾ ആ സമയം മേളം തുടങ്ങി. ട്രെയിൻ അടിക്കുന്നത് അവരിത് വൈബിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അത്യന്തം ആവേശകരമായിട്ടൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പുലിവേഷധാരികളെ കാണാം. എല്ലാവരും സജ്ജമായി തയ്യാറായി. ഇപ്പോൾ മുഖം മൂടിയൊക്കെ വച്ച, മുഖാവരണം ചാർത്തിയ ഒരു പുലി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ പുലിയെടുത്ത് പോവാം. എന്തായി? എവിടെ വരെയായി? കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 4 മണി 4:30 ആകുമ്പോൾ ഇറങ്ങാൻ നിൽക്കാണ്. അപ്പോൾ ഇവിടെ ഒരു പെടപെടച്ച് അവിടെ ടൗണിൽ നടുവിലാലിൻ്റെ അവിടെ പാർമാവിൻ്റെ അവിടെ ഈ ഒരു പെട ഉണ്ടാവും.
ഈ ഒരു വൈബ് ഉണ്ടാവും. ഈ വൈബ് കഴിയണവരുണ്ടോ? അല്ല, ഇത് അരമണിയല്ലേ? അരമണി കുലുക്കി കുംഭ കുലുക്കി അല്ലേ? കുമ്പുള്ളവര് കുമ്പ് കുലുക്കും, കുമ്പിലുള്ളവര് കളിക്കും. കുംഭമുള്ള ഒരുപാട് പേരുണ്ടല്ലോ ടീമില്. പക്ഷെ അവർക്ക് തന്നെ കുറെ വണ്ണങ്ങൾ ഇതേപോലെ കളിക്കാൻ പറ്റില്ല. കണ്ടില്ല, ഇതാണ് ആ കാഴ്ച. ആ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോട് കൂടി അത്തരം ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചകളിലേക്കൊക്കെ പോകുന്ന കുറേ കുട്ടികളൊക്കെ തന്നെ ഉണ്ട്. കുറേ നേരം ഇവിടെ ഉണ്ടല്ലേ? കുട്ടികളെ കാണിക്കാൻ കൊണ്ടുവന്നാ? കണ്ടോ? എന്ത് തോന്നി? പുലിയെ കണ്ടോ? പുലികളെ കണ്ടോ? എന്ത് തോന്നി? പുലിയാവണോ? പുലിയാവണോന്ന് പറയാറുണ്ടോ? എന്തായാലും ഇവരൊക്കെ തന്നെ ഭാവിയിലെ പുലികളാണ്, ഇപ്പൊ തന്നെ പുലികളാണ്. എന്തായാലും അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലൂടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പലരും മുഖാവരണമൊക്കെ വച്ച് തയ്യാറായി കഴിഞ്ഞു. ചിലരുടെ ഈ വരകൾ, പുലി വരകളൊക്കെ തന്നെ ഉണങ്ങാനുണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഒരു മുഴുവൻ നാടിൻ്റെ ഉത്സവമായി ഇത് മാറിയിരിക്കുകയാണ്. ആ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം തന്നെയാണ് പുലിക്കളി. ആ പുലിക്കളിയിലേക്ക് നാടും നഗരവും ഒക്കെ ഇഴുകിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയും. എന്താ ചേട്ടാ, രാവിലെ മുതൽ നമ്മൾ കാണുന്നത് എന്താ? എവിടെ വരെ? ഇല്ല, ഇനി കുറച്ച് പരിപാടി കൂടെ ഉള്ളൂ. അരമണി കിട്ടണം, ട്രൗസർ കിട്ടണം, പൂമോടി കിട്ടണം. അത് പോരും ഇറങ്ങണതിന് മുമ്പ് സെറ്റാക്കി തരുള്ളൂ. എല്ലാം ഒരു ഇതായി. ഓക്കെ, വരപ്പ ഇറങ്ങും. ഇപ്പൊ ചെണ്ടമേളം തുടങ്ങിയിട്ടുണ്ട്. ഒരു 4:30 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങുള്ളൂ തോന്നുന്നു. ഇത് ലാസ്റ്റ് ഇത് 6ാമത്തെ സെറ്റാന്നുകൊണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ആ ടൈമിന് ഇറങ്ങുള്ളൂ. കൊടുക്കും ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പൊക്കെ വെച്ചൊന്ന് നോക്കോ? അതിവിടെ അല്ല, അവിടെ 4 ഇടയ്ക്ക് ഇവിടെ പലതരത്തിലുള്ള പുലികളുണ്ട്. വരയമ്പുലി, ഉള്ളിപ്പുലി, കരിമ്പുലി എല്ലാം ഉണ്ട്. പച്ചപ്പുലി ഉണ്ട്, നീലപ്പുലി ഉണ്ട്, വയലറ്റ് പുലി ഉണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും നല്ലത് വരയമ്പുലി തന്നെയാണ്. അതുകൊണ്ടാ വരയമ്പുലിക്കാണ് ഇവിടെ പ്രാധാന്യം. അതുകൊണ്ടാ അത് അതിൻ്റെ ഇൻട്രസ്റ്റ് അതിനല്ലേ ഏറ്റവും കൂടുതൽ. അതിനാണ് അതിൻ്റെ ഒരു പ്രൗഢി നിൽക്കുന്നത്. വരയമ്പുലിയുടേതാണ് പ്രൗഢി. ബാക്കിയുള്ളതിനൊന്നും അത്ര വലിയ ഇതില്ല, പ്രൗഢിയില്ല. പിന്നെ കരിമ്പുലി പുലികളൊക്കെ തന്നെ ഇപ്പോൾ പലയിടങ്ങളിലൂടെ കറങ്ങി നടക്കുകയാണ്. എല്ലാവരും ഒരു സെലിബ്രിറ്റികളായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ പുലികൾ. കാരണം ഒരുപാട് പേർ അവർക്കൊപ്പം നിൽക്കുന്നു, സെൽഫി എടുക്കുന്നു, അവർക്കൊപ്പം ചുവടുകൾ വയ്ക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഈ പ്രദേശത്ത് ആകെ വർണ്ണാഭമായ കാഴ്ചകളാണ്. പുലികൾ ചമയങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സ്വരാജ് റൗണ്ടിലേക്ക് പുറപ്പെടുകയാണ്. ഇനി തൃശ്ശൂർ നഗരത്തെ പുലികൾ അങ്ങ് കീഴടക്കാൻ പോവുകയാണ്.